എന്തായാലും അതുതന്നെയാണ് ഇവിടെ ചർച്ച കഴിഞ്ഞു, ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി ചർച്ചയ്ക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആദ്യഘട്ട ചർച്ചയിൽ കുടുംബാംഗങ്ങളും ഒപ്പം BJP പ്രവർത്തകരുമാരുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ ചർച്ചയിലുണ്ടായ തീരുമാനം കൃത്യമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണം ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചതുപോലെ DME നിയോഗിക്കുന്ന സംഘം നിർവഹിക്കും. അതിൽ കാര്യങ്ങൾ വ്യക്തമാകും. എന്തായാലും നീതി ഉറപ്പാക്കും എന്ന് തന്നെയാണ് ചർച്ചയിൽ പറഞ്ഞതെങ്കിലും അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടല്ല അവർ മടങ്ങിയത്. കാരണം അത്തരത്തിൽ ഒരു സമിതി DME നിർദ്ദേശിക്കുന്ന നിയോഗിക്കുന്ന സമിതി അല്ല അന്വേഷിക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന സംഘം അനുവദിച്ച് കൃത്യമായ നീതി കുടുംബത്തിൽ നടപ്പിലാക്കണമെന്ന തീരുമാനത്തിൽ ഇപ്പോൾ എന്തായാലും പ്രതിഷേധക്കാർ ഇവിടെ തുടരുകയാണ്. SIT ഓഫീസിന് പുറത്ത് BJP പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. തൊട്ടിപ്പുറത്ത് ഇതിന് മുന്നിൽ കതകിന് മുന്നിൽ സൂപ്രണ്ട് ഓഫീസിന്റെ കതകിന് മുന്നിൽ യൂത്ത് കോൺഗ്രസും പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ രണ്ട് സ്ഥലങ്ങളിൽ പ്രതിഷേധം അരങ്ങേറുകയാണ് SIT ആശുപത്രിയിൽ. ഏതായാലും ഇത് കൃത്യമായ നീതി നടപ്പിലാക്കാതെ ഇവിടുന്ന് പിരിയില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പ്രതിഷേധം ഇപ്പോൾ 2 മണിക്കൂറിലധികമായി പ്രഖ്യാപിച്ചതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ശിവപ്രിയ മരിച്ചത്? മരിക്കാനിടയായ കാരണം എന്ത് അസുഖമായിരുന്നു ഉണ്ടായിരുന്നു? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ ഈ ആശുപത്രി അധികൃതർ? കൃത്യമായി ശരിയാണ്, അത് കൃത്യമായി അതൊരു ചോദ്യം തന്നെയാണ്. കാരണം എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ അതും കൃത്യമായി പറഞ്ഞാണ്. ഈ ചർച്ചയിൽ ഈ മരണ കാരണം എന്താണ് വ്യക്തമാക്കുന്നത്? മരണകാരണം അണുബാധയാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ ആ അണുബാധ എന്തുകൊണ്ടുണ്ടായി അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഇപ്പോൾ വിശദീകരണം ഉണ്ടായിരുന്നു? ഇല്ല. അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് അറിവില്ല. അങ്ങനെയാണ് പറയുന്നത്. അതെ, അത് തന്നെയാണ് അണുബാധ എന്ന് പറയുന്ന ഘട്ടത്തിൽ. അതായത് ആദ്യം അണുബാധ എന്ന് പറഞ്ഞു, അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. പക്ഷേ എങ്ങനെ അണുബാധയുണ്ടായി എന്നുള്ള ഘട്ടത്തിൽ ഒരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് ആരോഗ്യ പ്രശ്നം എന്ത് കാരണം കൊണ്ട് മരണപ്പെട്ടു എന്നതിൽ ഒരു വിശദീകരണം ലഭിച്ചിട്ടില്ല. മറിച്ച് അതുകൂടി പരിഗണിച്ച് അന്വേഷിക്കാം, അതിന് ഡോക്ടർമാരുടെ കൂടി അഭിപ്രായം എടുക്കണം. ഇപ്പോൾ വകുപ്പ് മേധാവിയാണ് പങ്കെടുത്തത്. ആ അഭിപ്രായം കൂടി ശേഖരിച്ചാകും അതിനുകൂടി മറുപടി നൽകുക. എന്തായാലും ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘത്തിൽ തൃപ്തിയില്ല എന്നാണ് നിലവിൽ ഉന്നയിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ മരണം സംഭവിച്ചു അതെങ്ങനെയാണെന്ന് കുടുംബത്തിന് വ്യക്തമാക്കണം എന്നുകൂടി പറയുന്നുണ്ട്. പ്രതിഷേധം എന്തായാലും ഇവിടെ തുടരുകയാണ്. ആ പ്രതിഷേധം കൃത്യമായി ഇപ്പോൾ എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പ്രതിഷേധം ഏറ്റെടുത്ത BJP പ്രവർത്തകരുടെ ആവശ്യം അത് സമിതി കൃത്യമായി ഈ സമിതി അത് സുപ്രീം കോടതി നിർദ്ദേശിച്ച സമിതിയായിരിക്കണം അന്വേഷിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. സൂപ്രണ്ടുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കൂടി കേൾക്കും. കൃത്യമായി അതുകൂടി കഴിഞ്ഞാകും എന്ത് തീരുമാനമെടുക്കണമെന്ന് കുടുംബം ആലോചിക്കുക. എന്തായാലും ചർച്ചയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ നീതി നൽകും, കൃത്യമായ അന്വേഷണം നടക്കുമെന്നാണ് പറയുന്നത്. എങ്കിലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിന് കൃത്യമായ ഉത്തരം ഇവർക്ക് ലഭിച്ചിട്ടില്ല. അത് അവർ ഉന്നയിക്കുന്ന വിഷയം വളരെ ഗൗരവമാണ്. പക്ഷേ ഈ ആശുപത്രിക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം. നിറയെ പ്രവർത്തകരും തന്നെ കുടുംബവും ഈ കുഞ്ഞിനെയും പിടിച്ച് ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാകണമല്ലോ. അങ്ങനെ ഒരു ഇടപെടൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകുന്നില്ല. എത്ര നേരം ഇനിയും ആ കുഞ്ഞുമായിട്ട് അവിടെ ഇരിക്കേണ്ടി വരുന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് ആശങ്ക. കാരണം ഇത് സർക്കാർ തലത്തിൽ വരേണ്ട ഒരു തീരുമാനമാണ്. കാരണം അന്വേഷണ സംഘത്തെ നിയോഗിക്കുക, അത് എങ്ങനെയാകണം അന്വേഷണം മുന്നോട്ട് പോകാൻ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കുന്നത് സർക്കാർ തലത്തിലുള്ള തീരുമാനമാണ്. അപ്പോൾ അതെന്തായാലും ഉടനെ ഉണ്ടാകുമോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര സമയം ഇത്തരത്തിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. എത്ര സമയം ഇരിക്കേണ്ടി വന്നാലും അവിടെ തുടരും എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഇരു കൂട്ടരും ഇപ്പോൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. കാരണം നേരത്തെ മനു ശിവപ്രിയയുടെ ഭർത്താവ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യവതിയായി വന്നു കയറിയ തൻ്റെ ഭാര്യയാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ അന്വേഷണ പ്രഖ്യാപനവും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഈ അറിയിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് മടങ്ങിപ്പോകാൻ കഴിയില്ല. കൃത്യമായ അറിയിപ്പുണ്ടാകണം, കൃത്യമായ കാര്യങ്ങളുണ്ടാകണം, അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം. എന്നാൽ മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇപ്പോൾ പ്രതിഷേധം എന്തായാലും ഇപ്പോൾ തുടരുകയാണ്. 2 മണിക്കൂറിലധികമായി ഇത്തരത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഇവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് കേട്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോഴും വ്യക്തതയുണ്ടാകാത്ത കാര്യങ്ങൾ അവശേഷിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്താണ് മരണകാരണം? അണുബാധ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കേണ്ടത് ഡോക്ടർമാരാണ്. ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ ഇവരോട് പറഞ്ഞ കാര്യം ഇപ്പോൾ എന്തായാലും പറയുന്നില്ല. അപ്പോൾ അത് വിശദീകരിക്കേണ്ട അവർ തന്നെയാണ്.